ഹലോ ഗായ്സ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. ഗായ്സ്, ഞാനിന്ന് എല്ലാവരോടും നിങ്ങളുടെ ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് വന്നത്. അപ്പോൾ കൂടുതലും പെൺകുട്ടികളാണ് ഇത് കേൾക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം വേറൊന്നുമല്ല, ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഞാനത് പറഞ്ഞു തുടങ്ങുക. എൻ്റെ ഒരു കൂട്ടുകാരിയാണ്, ഇപ്പം പഠിച്ചാണ്, ഇപ്പോൾ അവൾക്ക് 19 വയസ്സേ ഉള്ളൂ. അവിടെ നിന്ന് കാമുവിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. സ്വന്തം വീട്ടുകാരൊന്നും ഒരു വക വെക്കാതെ ഒളിച്ചോടിപ്പോയി. ശരിയാണ്, അവനത്ര സ്നേഹിച്ച്, ഓക്കെ ശരി. അവളുടെ അച്ഛനും അമ്മയ്ക്കും അവളെന്ന് ഒറ്റ മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് വേണ്ടിയാണ് ആ അച്ഛനും അമ്മയും ജീവിച്ചത്. അവളെ കഷ്ടപ്പെട്ട് വളർത്തിയത് അവളൊരു നല്ല ഭാവി, അല്ലെങ്കിൽ അവളെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇച്ചിരിയെങ്കിലും അച്ഛനും അമ്മയൊന്നും ഓർക്കാതെ അവൾ ഇന്നലെ കണ്ട് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ഞാൻ സ്നേഹിക്കില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, നമ്മൾ സ്നേഹിക്കും. പക്ഷേ ഒരു വീട്ടുകാർ നമുക്ക് വേണ്ടിയാണ് നമ്മുടെ വീട്ടുകാർ ജീവിക്കുന്നത്. അപ്പോൾ കുറച്ചെങ്കിലും അവരെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ നോക്കുക. ഇത് അവർ എന്താണ് ഇവളെ സ്നേഹിച്ചവൻ അത്രയ്ക്ക് നല്ലവനല്ല. അവൻ ഒരു കഞ്ചാവ് അങ്ങനെ സംഭവമൊക്കെ ഉള്ളവനാണ്. അത് വീട്ടുകാർ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് വകവെക്കാണ്ട് അവൾ സ്വന്തം കാര്യത്തിൽ ഇറങ്ങിപ്പോയി. ഇനി അവൾ സന്തോഷമായിട്ട് ജീവിക്കുമോ, എങ്ങനെ ജീവിക്കുമോ, അത് വേറെ ഘട്ടം. പക്ഷേ അവൾ ഒരു നിമിഷം പോലും സ്വന്തം ഇത്രയും സ്നേഹിച്ച് കഷ്ടപ്പെട്ട് വളർത്തി അച്ഛൻ്റെ അമ്മയും മുഖം ഒരു നിമിഷം ഒക്കെ ഒന്ന് ഓർക്കണം. ഒറ്റ നിമിഷം അവൾക്കൊന്ന് ഓർത്താൽ മതിയായിരുന്നു. എങ്കിൽ അവൾക്ക് അവരുടെ ഉള്ളിലുള്ള ആ ഇത് മനസ്സിലായി. അപ്പോൾ ഇന്നിപ്പോൾ സങ്കടം സഹിക്കാൻ വേണ്ട അവളുടെ അച്ഛൻ ഒരു സൂയിസൈഡ് ചെയ്യാൻ നോക്കി. അപ്പോൾ ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് അവളുടെ അമ്മ അത് കണ്ടു. അത് കാരണം ഇപ്പോഴും അങ്കിൾ ജീവനോടെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു നിമിഷം ആ ശ്രദ്ധ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അങ്കിൾ ഉണ്ടാവുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ വീഡിയോ അവൾ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. മോളെ, നിന്നെ പോറ്റി വളർത്തി നിൻ്റെ ആഗ്രഹങ്ങൾ നടത്തിത്തന്ന് നിന്നെ സ്വന്തം നിൻ്റെ സ്വന്തം അച്ഛൻ നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ സ്നേഹിച്ച് വളർത്തിയിട്ട് ഒരു മനസ്സാക്ഷിയിലാണ്ട് ഒരു നോക്ക് ആ മനുഷ്യനെ കുറിച്ച് ആലോചിക്കാണ്ട് നീ എടുത്ത് ചാടിയതിന് നിനക്കത് ഇപ്പം മനസ്സിലാവില്ല. നീ ഒരു അമ്മയായി, നീ ഒരു അമ്മയായി, ഒരു കുടുംബനാഥിയായി ജീവിക്കുമ്പോഴാണ് ആ അച്ഛനും അമ്മയ്ക്ക് എന്താണോ ഉണ്ടായ വിഷമം, അല്ലെങ്കിൽ അവളെ മോള് പോയപ്പോൾ ഉണ്ടായിരുന്ന ഫീലിംഗ്, അത് നിനക്ക് ഇപ്പം മനസ്സിലാവില്ല. ഞാൻ പറയുമ്പോൾ നീ ഒരു അമ്മയാകുമ്പോഴാണ് നിനക്കതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. നീ ഈ വീഡിയോ എന്താണ് നീ കാണുമെന്ന് എനിക്കറിയാം. നിനക്ക് എന്നെ അറിയാം, എൻ്റെ ഇതൊക്കെ അറിയാം. നീ എന്നെ ഇതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. നീ ഈ വീഡിയോ കാണുമ്പോൾ നീ ഒറ്റ കാര്യം നീ ഓർത്താൽ മതി, ഒരു നാൾ ഇത് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞാൽ നിനക്ക് തിരിച്ച് നാളെ സംഭവിക്കുമ്പോൾ നിൻ്റെ മക്കൾ നിന്നോട് ഇത് ചെയ്യുമ്പോൾ അന്ന് നിനക്ക് മനസ്സിലാവും എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്താണ് നീ ചെയ്തപ്പോൾ അവർക്ക് എന്താണ് ഉണ്ടായത്. എനിക്ക് അത്ര എന്നോട് പറയാനുള്ളൂ. എന്തായാലും നീ കാണിച്ചത് ശരിയായില്ല. അവനെക്കുറിച്ച് എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് നീ അവൻ്റെ കൂടെ പോയത്. എന്തായാലും നിനക്ക് നല്ലത് മാത്രം വരട്ടെ. അച്ഛനും അമ്മ നിന്നെ ഒരിക്കലും ശപിക്കില്ല. അവർക്ക് ശപിക്കാൻ കഴിയില്ല. അവർക്ക് ആകെയുള്ളൊരു മോളും അവരുടെ ജീവനും നീയാണ്. ഒരിക്കലും അവർക്ക് കൊണ്ട് ശപിക്കാൻ കഴിയില്ല. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അത് നീ മനസ്സിലാക്കും.